വിനയൻ സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ കലാഭൻ മണിയുടെ കഥാപാത്രമായ അന്ധഗായകൻ രാമു തന്റെ അനുജത്തിയുടെ മരണത്തിന് കാരണക്കാരനായ സായ്കുമാറിന്റെ വില്ലൻ കഥാപാത്രമായ XMB തോമസ് സാറിനെ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന പ്രേക്ഷകരുടെ കാലാതീതമായ ആ ഒരു ചോദ്യത്തിന് സംവിധായകൻ വിനയൻ മറുപടി നൽകുന്നു. തന്റെ പെങ്ങൾ വാസന്തി ആത്മഹത്യ ചെയ്തത് XMB തോമസ് സാർ കാരണമാണെന്ന് അന്ധനായ രാമുവിനോട് ആരും പറയുന്നില്ല. പ്രവീണ അവതരിപ്പിച്ച വാസന്തിക്കും കാവേരി അവതരിപ്പിച്ച ലക്ഷ്മിക്കുമല്ലാതെ മറ്റാർക്കും തോമസ് മുതലാളിയുടെ ആ ക്രൂരത അറിയില്ലായിരുന്നു. വലിയ മാന്യനായി മരണവീട്ടിലെത്തി രാമുവിനെ സമാധാനിപ്പിക്കുന്ന തോമസിനെ പക്ഷേ രാമു കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നുണ്ട്. ആരും പറയാതെ രാമു എങ്ങനെ ഇത് അറിഞ്ഞു എന്ന സംശയം പ്രേക്ഷകർക്ക് അന്നു മുതലേ ഉണ്ടായിരുന്നു. ഒരു സംശയം ഉണ്ടാകില്ല എന്ന അഭിപ്രായം നിർമ്മാതാവ് വിന്ധ്യൻ ഉൾപ്പെടെ സംവിധായകനോട് ചോദിച്ചതുമാണ്. പക്ഷെ അത് പ്രേക്ഷകന് വിട്ടുകൊടുക്കുകയായിരുന്നു സംവിധായകൻ. കാരണം മനസ്സിൽ മൂന്നാം കണ്ണുള്ള അന്ധഗായകനായ രാമുവിന്റെ കഥാപാത്രത്തെ ആ രീതിയിലായിരുന്നു സിനിമയിൽ ഉടനീളം ട്രീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അത് ഉൾക്കൊള്ളുമെന്ന് ഉറപ്പുണ്ടായിരുന്നുവെന്നാണ് വിനയന്റെ വാക്കുകൾ. പറഞ്ഞത് കറക്റ്റായ കാര്യമാണ്. കാരണം പ്രേക്ഷകർ ഈയൊരു ചോദ്യത്തെ മുൾമുനയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. രാമുവിന്റെ ആ കഥാപാത്രത്തെ മലയാളികൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ തന്നെയാണ് ഏറ്റെടുത്തത്.